കേരളത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്രമുറങ്ങുന്ന വിഴിഞ്ഞം മണ്ണിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു. പായ്ക്കപ്പലുകളും പത്തേമാരികളും നങ്കൂരമിട്ട ഈ തീരത്ത് കൂറ്റൻ മദർഷിപ്പുകൾ ചരക്കുമായി എത്തുന്നത് കാണാൻ കേരളം ഇത്രയധികം വൈകിയത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ വികസന വിരുദ്ധവും അവസരവാദപരവുമായ രാഷ്ട്രീയം തന്നെയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്താകുമ്പോൾ മറ്റൊന്ന്. കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് ഭരിച്ചപ്പോൾ പോലും പദ്ധതി മുന്നോട്ടു പോയില്ലെന്ന് മാത്രമല്ല, അനുമതി നിഷേധിക്കുക വരെ ചെയ്തു. CPM ഇതിനെ കടൽ കൊള്ള എന്ന് വിളിച്ചാക്ഷേപിച്ചു, വലിയ അഴിമതി ആരോപിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. കോൺഗ്രസ് ആകട്ടെ പദ്ധതിക്കെതിരെ വിമോചന സമര ഭീഷണിയും മുഴക്കി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിഴിഞ്ഞത്തിന് പുതുജീവൻ വെച്ചു. പദ്ധതിക്ക് ആവശ്യമായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് 817.80 കോടി രൂപ കൃത്യസമയത്ത് അനുവദിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണ്. ഇത് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. അതോടൊപ്പം പതിറ്റാണ്ടുകളായി നീണ്ടുപോയ വിവിധ അനുമതികൾ, പ്രത്യേകിച്ച് സുരക്ഷാ പാരിസ്ഥിതിക അനുമതികൾ വേഗത്തിലാക്കാൻ കേന്ദ്രം മുൻകൈയെടുത്തു. സാഗർമാല പോലുള്ള കേന്ദ്ര പദ്ധതികളുമായി വിഴിഞ്ഞത്തെ കോർത്തിണക്കി അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ ഏക തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കേന്ദ്രം ലക്ഷ്യമിട്ടു. 1482.92 കോടി പദ്ധതി ചെലവിൽ വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേ പാതയ്ക്കും മോദി സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. മെയ് 2 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അത് കേവലം ഒരു തുറമുഖത്തിന്റെ തുടക്കമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള കവാടമാണ് തുറക്കപ്പെടുന്നത്. ഈ നേട്ടം കേരളത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും സമുദ്ര വ്യാപാര രംഗത്തെ മുന്നേറ്റത്തിനും വലിയ മുതൽക്കൂട്ടാകും. വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളവും യാഥാർത്ഥ്യമാക്കുകയാണ് മോദി സർക്കാർ.